അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്ര സുഖമുള്ള ദിവസമല്ല കേട്ടോ. ഇന്ന് അത്യാവശ്യം പനിയുണ്ട്, ചുമയുണ്ട്, ജലദോഷമുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം പണി ഉള്ള ദിവസമാണ്. അപ്പോൾ പനിയുണ്ട്, പണികളും കുറേ ഉണ്ട്. അങ്ങനെ കോഫി കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെയാട്ടോ ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മീൻ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ഗപ്പീസാണ് കൂടുതലുള്ളത് കേട്ടോ. അതിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഹാപ്പി എണീറ്റ് വന്നു കേട്ടോ. പിന്നെ അവൻ്റെ കളിയും ബഹളവും ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരെ കിളിക്കൂട്ടിലേക്ക് എത്തി. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കിളിക്കൂടാട്ടോ ഇത്. ഫിൻഷേഴ്സും ഉണ്ട്, ലവ് ബേർഡ്സും ഉണ്ട്. രണ്ടെണ്ണമൊക്കെ വെച്ച് തുടങ്ങിയതാട്ടോ. അവർ മുട്ടയിട്ട് വിരിഞ്ഞതാ ഇത്രയൊക്കെ ആയി കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ അവർക്കിതാ ഫുഡും വെള്ളവും പിന്നെ കുളിക്കാനും വെള്ളം വെക്കും കേട്ടോ ഞാൻ ഇവർക്ക്. കാരണം ബേസിക്കലി ഫിൻച്ചേഴ്സിന് കുളിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഡെയിലി വെള്ളം വെച്ച് കൊടുത്താലും കുളിക്കും. പക്ഷെ എൻ്റെ ലവ് ബേർഡ്സ് അങ്ങനെയല്ല കേട്ടോ. കുളിക്കാൻ ഇച്ചിരി മടിയന്മാരും മടിച്ചുകളുമാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ചില സമയത്ത് ഇങ്ങനെ ഇതുപോലെ കൂട് പൂട്ടാനായിട്ടൊക്കെ മറന്നു കേട്ടോ. ഞാൻ സൈഡിലൊക്കെ എങ്ങാനും മാറിപ്പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വരുന്നവരെ കൂട് തുറന്ന് കിടക്കുകയാണെങ്കിൽ പോലും ആരും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി ഇതുവരെ പറന്നൊന്നും പോയിട്ടില്ല കേട്ടോ. സോ അത്രയ്ക്ക് നല്ല ഗുഡ് കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. അപ്പം അങ്ങനെ ബേർഡ്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ടടേങ് ഇതാ കുളിച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലാച്ചാ ഈ റോസ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ പനീർ റോസ് ഉണ്ട്, കാശ്മീർ റോസ് ഉണ്ട്, ടേബിൾ റോസ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നിന്നാണ് ഞങ്ങൾ ചെമ്പരത്തി താളി എടുത്ത് തലയിൽ തേക്കുന്നത് കേട്ടോ. പിന്നെ സപ്പോട്ട മരത്തിൽ സപ്പോട്ട വന്ന് കണ്ടപ്പോഴത്തേനൊരു സന്തോഷം. പിന്നെ ഓറഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു സംഭവം ഞാൻ എപ്പോഴും ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഹാപ്പി കുഞ്ഞിന് മുട്ട വെക്കാൻ ഞാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചു. പിന്നെ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഹാപ്പി കുഞ്ഞിനെ കളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ ഈ ഓട്ടവും ചാട്ടവും കളിയും ബഹളവും ബാ മുട്ട. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് പോയി കേട്ടോ. ആത്മഹർഷം എന്ന് പറഞ്ഞ ആത്മയുടെ ഒരു ഷോ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ രംഗപൂജ ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ സെക്ഷൻ ആട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അറ്റയർ ഭരതനാട്യത്തിന് ഞാൻ റെഡി ആവാൻ തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അങ്ങനെ അമ്മൻ്റെ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചാൽ നേരെ സ്റ്റേജിലേക്ക് ഇറങ്ങിയേ. അങ്ങനെ ഷോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, ബൈ.